ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു മാമ്പഴക്കാലം. ഇതിങ്ങനെ കായ്ച്ച് കിടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. എല്ലാ കൊമ്പിലും മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ മൂത്തു പഴുത്തു തുടങ്ങി. ടെറസിൻ്റെ മുകളിൽ നിന്നാൽ കൈകൊണ്ട് തന്നെ നമുക്ക് കുറേയൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നൊരു മാങ്ങ പറിക്കൽ ദിവസമാണ്. ഇതിങ്ങനെ കുറേ നിർത്തി കഴിഞ്ഞാൽ അണ്ണാനും കിളിയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ കഴിയുന്നത്ര മൂത്തതും പഴുത്തതും ഒക്കെ നമുക്ക് ഇന്ന് തന്നെ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ പറിച്ച മാമ്പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മൂത്തതും പഴുത്തതും നല്ലോണം പഴുത്തതും ഒക്കെ ആയിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 ബാഗോളം ഉണ്ട് ഇവിടെ. ഇതിൽ നിന്ന് നമുക്ക് ഒരു 4-5 മാങ്ങ എടുത്ത് ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മാങ്ങ കാളൻ എന്നാ പറയാറും, അല്ലെങ്കിൽ മാങ്ങ കൂട്ടാൻ. ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുളിശ്ശേരിക്ക് നമ്മൾ ചെറിയ മാങ്ങകളാണ് അധികം ഉപയോഗിക്കാറും. നല്ല നാരോട് കൂടിയ പുളിയും മധുരവും ഒക്കെ ഉള്ള മാങ്ങകളാണ് അധികം നമ്മൾ ഉപയോഗിക്കാറും. അപ്പോൾ ഇതാ നമുക്കിതിൻ്റെ ഞെട്ടി ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ തോല് ഉരിച്ചെടുക്കണം. നമ്മളിതിനെ കഷ്ണമൊന്നും ആക്കുന്നില്ല, വെറുതെ തോല് മാത്രം ഉരിച്ച് ആണ് നമ്മളിത് കൂട്ടാനുണ്ടാക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതാ നോക്കൂ, ഇതിൻ്റെ നാരൊക്കെ നമുക്കിങ്ങനെ ഉരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഞങ്ങളിതിന് പഞ്ചാര മാങ്ങ എന്നാണ് പറയാറും. കേരളത്തിലുടനീളം ഇതിന് പല പേരാണ് കേട്ടോ. ചക്കരക്കുട്ടി, ചന്ദ്രക്കാരൻ, ഉരുണിമാങ്ങ, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കൽച്ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന കൂട്ടാനുകൾക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ അത് 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചിടുന്നതാണ് നല്ലത്. നമുക്ക് കൂട്ടാനൊക്കെ ആയി വരുമ്പോൾ പോരെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഗ്ലാസ് വെള്ളം. ഇനി ഇത് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. ഇതൊന്ന് കുക്കായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരയ്ക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൽ നമുക്ക് തേങ്ങ വേണം, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു പച്ചമുളക്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മയത്തിൽ അരച്ചെടുക്കണം. തേങ്ങ നന്നായി അരഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൂട്ടാൻ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നല്ലോണം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം, നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 200 ml തൈര് ചേർക്കുകയാണ്, കട്ടത്തൈര്. ഇതൊന്ന് പൾസ് ചെയ്തെടുക്കണം നമുക്ക്. തൈരൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ കൂട്ടാനൊന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരച്ച് ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയ്ക്ക് കുറച്ച് പുളിയുണ്ട്, ഞാൻ ചേർത്ത തൈരിനും കുറച്ച് പുളിയുണ്ട്. തൈരിൻ്റെയും മാങ്ങയുടെയും പുളിക്ക് അനുസരിച്ച് വേണം ശർക്കര ചേർക്കാൻ. മാങ്ങയുടെ പുളിയും മധുരവും തൈരിൻ്റെ പുളിയും ശർക്കരയുടെ മധുരവും ഒക്കെ ചേർന്ന് വരുമ്പോഴാണ് പുളിശ്ശേരി അതിഗംഭീരമാവുക കേട്ടോ. അപ്പം നമ്മളിത് അടച്ചു വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്യാണ്. നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്ത് വരണം, പിന്നെ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പം അതുവരയ്ക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നതുകൊണ്ട് നമ്മളത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കൂട്ടാൻ ഉണ്ടാക്കുന്നത് നമ്മൾ കൽച്ചട്ടിയിലാണ് അല്ലേ. അപ്പോൾ കൽച്ചട്ടിക്ക് നല്ല ചൂടാണ്. നമ്മൾ സാധാരണ പാത്രം പോലെയല്ല, നമ്മളത് ഓഫ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്ന ശേഷം നമ്മൾ ഈ തേങ്ങയും തൈരും കൂടി അടിച്ചതാണ് ഒഴിക്കുന്നത്. സാധാരണ പുളിശ്ശേരിയിൽ സാധാരണ തേങ്ങ അരച്ചത് ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്ന ശേഷം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ തൈര് ഒഴിക്കുക. ഇത് നമ്മൾ തൈരും തേങ്ങയും കൂടി ഒരുമിച്ച് അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിന്
ചേർത്ത ശേഷം നമുക്ക് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. കാരണം കൽച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ് കൽച്ചട്ടിക്ക്. അപ്പോൾ ഇനി ഒന്നത് ആ ചൂടൊന്ന് റെഗുലേറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും അടുപ്പ് കത്തിച്ചാൽ മതിയാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ലവണ്ണം വെള്ളം വറ്റി വന്ന ശേഷം മാത്രമേ ഈ അരച്ചത് ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതല്ല പുളിയാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ച് ചേർക്കാം. നോക്കൂ, ഇതിപ്പോൾ തൈരും തേങ്ങയും ഒക്കെ ചേർന്ന് തിളച്ചിട്ടും അത് പിരിഞ്ഞിട്ടൊന്നുമില്ല. കാരണം നമ്മൾ മാങ്ങ വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് 1-2 മിനിറ്റും കൂടി നമുക്ക് ഇളക്കി കൊടുക്കണം. കാരണം ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്താലും ചൂടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ വറ്റൽ മുളകാണ് വേണ്ടത്, അതൊരു 2 വറ്റൽ മുളക്, പിന്നെ കറിവേപ്പിലയുടെ ഒരു തണ്ടും കൂടി ചേർക്കാം. ഇതിങ്ങനെ പൊട്ടിത്തീരുമ്പോൾ ഒരു അസാധ്യ സ്മെല്ലാണ് കേട്ടോ. ഇത് നേരെ നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പഴക്കാലത്ത് എല്ലാവരും പുളിശ്ശേരി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.